السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. اتقوا الله عباد الله. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, മാ കാനൽ ഫഹ്ഷു ഫീ ഷൈഇൻ ഇല്ലാ ഷാന വമാ കാനൽ ഹയാഉ ഫീ ഷൈഇൻ ഇല്ലാ സാന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, മാ കാനൽ ഫഹ്ഷു ഫീ ഷൈഇൻ, ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഫഹ്ഷ്, വൃത്തികേട് അല്ലെങ്കിൽ യോജിക്കാത്ത കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല, ഇല്ല ഷാനഹു, അതതിനെ മോശമാക്കിയിട്ടല്ലാതെ. വീണ്ടും അവിടുന്ന് പറഞ്ഞു, വമാ കാനൽ ഹയാഉ ഫീ ഷൈഇൻ, ഒരു കാര്യത്തിലും ഹയാ ഉണ്ടായിട്ടില്ല, ഇല്ല ജാനഹു, അതതിനെ ഭംഗിയാക്കിയിട്ടല്ലാതെ എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കൊണ്ട് കാണാൻ സാധിക്കും. ഈ ഹദീസിൽ ആദ്യ ഭാഗത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു ഫഹ്ഷ്, ഒരു വൃത്തികേട് അല്ലെങ്കിൽ യോജിക്കാത്ത കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് ആ കാര്യത്തെ മുഴുവൻ മലീമസമാക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരാളെ നമ്മൾ എന്ത് ചെയ്യാണ്, ഉപദേശിക്കണം. ആ ഉപദേശിക്കുന്ന വേളയിൽ അയാളെ അഭിസംബോധന ചെയ്യുന്നതിൽ നമ്മളൊരു മോശം വാക്ക് ഉപയോഗിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുകയാണെങ്കിൽ എടാന്നോ, അതല്ലെങ്കിൽ പോടാന്നോ, അതല്ലെങ്കിൽ വിട്ടീന്നോ, ഈ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യാണ്, അവരെ ഉപദേശിക്കുന്ന സമയത്ത് അവർക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളിൽ നമ്മൾ അവരെ എന്ത് ചെയ്യാണ്, ആക്ഷേപിക്കുകയാണ്. പക്ഷെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യം എന്താണ്, ഏറ്റവും ഹൈറായ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതല്ലെങ്കിൽ നമ്മളൊരു കച്ചവടം നടത്തുകയാണ്, അത് ഏത് കാര്യമാവട്ടെ, അങ്ങനെ ആ കാര്യത്തിൽ ഫഹ്ഷ് കടന്നു വന്നു കഴിഞ്ഞാൽ അത് ആ കാര്യത്തെ തന്നെ എന്ത് ചെയ്യും, അയ്വുള്ളതാക്കും, മോശമാക്കി തീർക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിരുന്നത്. വീണ്ടും അവിടുന്ന് പറഞ്ഞത്, വമാ കാനൽ ഹയാഉ ഫീ ഷൈഇൻ ഇല്ലാ സാനഹു, ഒരു കാര്യത്തിലും ഹയാ ഉണ്ടായിട്ടില്ല, അതതിനെ ഭംഗിയാക്കിയിട്ടല്ലാതെ. ഹയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലജ്ജ. നമ്മൾ സംസാരിക്കുന്നിടത്താവട്ടെ, നമ്മുടെ പ്രവർത്തനങ്ങളിലാവട്ടെ, ഒരു ലജ്ജ ഉണ്ട് എങ്കിൽ ആ ലജ്ജ ആ പ്രവർത്തനത്തെ മുഴുവൻ ഭംഗിയാക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചിരുന്ന. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് എവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.